അസ്സലാമലൈക്കും ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഉണ്ണിയപ്പം എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്. ഞാൻ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഉണ്ണിയപ്പച്ചട്ടി ഇല്ലാണ്ടാണ് ഞാൻ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇല്ലാത്തവർക്കും ഇതുപോലെ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി 2 വലിയ കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ഉരുക്കാൻ വേണ്ടി വെക്കാം. അടുപ്പത്ത് വെച്ചൊന്ന് ഉരുക്കിയെടുക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഉരുക്കിയിട്ട് ഇപ്പോൾ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. നമുക്ക് ശർക്കര അലിഞ്ഞതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് 30 ml ഒരു കപ്പിലാണ് ഞാൻ റവ എടുത്തിട്ടുള്ളത്. 30 ml കപ്പിൽ റവ എടുത്തിട്ട് ഒന്ന് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ അരിച്ചു വെച്ച ശർക്കരയിൽ ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. കുറച്ച് നേരം ഒന്ന് ഒഴിച്ചു വയ്ക്കാം. ശർക്കര നീരൊന്ന് കുറച്ച്, അതിന് അളവൊന്നുമില്ല, കുറച്ചൊന്ന് ഇതൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ ശർക്കര നീരൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വയ്ക്കാം. പിന്നെ വേണ്ടത് നമുക്ക് ഏലക്ക, 2 ഏലക്ക, 1/2 ടീസ്പൂൺ നല്ല ജീരകം 1 ടീസ്പൂൺ, രണ്ടും കൂടി ഒന്ന് വറുത്ത് ഒന്ന് ചൂടാക്കി പൊടിച്ചെടുക്കുക. ഇത് രണ്ടും കൂടി പൊടിച്ച് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഇപ്പോൾ ഇതിന് കിട്ടുക. അത് പൊടിച്ചവിടെ മാറ്റി വയ്ക്കുക. പിന്നെ വേണ്ടത് തേങ്ങയാണ്. 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ശർക്കര നീര്. അപ്പം നമ്മൾ 2 അച്ച് ശർക്കര 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് ഇത് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അത് തേങ്ങയിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് ചൂടാക്കിയിട്ട് ഈ തേങ്ങയിൽ ഈ ശർക്കര നീരിൽ ഈ തേങ്ങ ഒന്ന് വിളയിച്ചെടുക്കണം. അപ്പം നമ്മൾ തേങ്ങയിലേക്ക് ഈ ശർക്കര നീരൊക്കെ നന്നായി ഒന്ന് പിടിച്ച് നന്നായി ഒന്ന് ശർക്കര നീര് വറ്റണം. തേങ്ങ ഒന്ന് ഡ്രൈ ആവുന്ന വരെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ശർക്കര നീര് ഈ തേങ്ങയിൽ നന്നായി ഒന്ന് പിടിച്ച് ഇരിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതും എന്നിട്ട് നമുക്കവിടെ മാറ്റി വയ്ക്കാം. അതും ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. പിന്നെ വേണ്ടത് പാളയംകുടം പഴമാണ്. അതൊരു ചെറിയ പഴമാണ് എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ ഞാൻ 1 കപ്പ് വീറ്റ് ഫ്ലോറിനാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഒരു ചെറിയ പഴം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കുറച്ച് വലിപ്പമുള്ളതാണെങ്കിൽ പഴത്തിൻ്റെ 1/4 ഭാഗം എടുത്താൽ മതി. പിന്നെ ഒരു മുട്ട. അപ്പോൾ നമുക്ക് ഈ ഒരളവിനേക്കാളും കുറച്ച് കൂടുതലായാലും ഈ ഒരു മുട്ട തന്നെ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനൊരു മുട്ടയും ആ പഴം ചെറുതായതുകൊണ്ട് ആ പഴം ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. അത് രണ്ടും കൂടി മിക്സിയിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഈ റവയുടെ മിക്സിയിൽ ശർക്കര ഒഴിച്ച് കലക്കി വെച്ച മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ച് ഇത് രണ്ടും കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ചിട്ട് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ചൂടാറാൻ വേണ്ടി തേങ്ങ വിളയിച്ചത് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടില്ലേ, ആ തേങ്ങ വിളയിച്ചത് നമുക്ക് ഈ ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ട നന്നായി ഒന്ന് ഡ്രൈ ആയി ശർക്കര നീരിൽ ശരിക്കും ആ തേങ്ങയിൽ ശർക്കരയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് എല്ലാം കൂടി നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ വീറ്റ് ഫ്ലോറാണ് എടുക്കുന്നത്. 1 കപ്പ് വീറ്റ് ഫ്ലോറാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കപ്പ് ഫ്ലോർ കുറേശ്ശായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിത് നല്ല തിക്കായി വരുമ്പോൾ കുറച്ച് ശർക്കര നീര് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മധുരം നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ ഈ 2 അച്ച് ശർക്കര ഒരുക്കിയിട്ടുണ്ടെങ്കിലും മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ചേർക്കുക. ചിലർക്ക് മധുരം അധികം ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കുറേശ്ശെ ഈ പൊടിയിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് വെള്ളം കുറവ് വരുമ്പോൾ ഈ ശർക്കര നീര് ഒഴിച്ചു കൊടുക്കുക. മധുരം കുറവാണെങ്കിൽ ശർക്കര നീര് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുത്താലും മതി. സാധാരണ നോർമൽ വാട്ടർ ആഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ശർക്കര നീര് ഒഴിക്കുന്നുണ്ട്. മധുരം കുറച്ചും കൂടി ആവാമെന്ന് എനിക്ക് തോന്നിയുകൊണ്ട് ശർക്കര നീര് കുറച്ചും കൂടി ഒന്ന് ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ എന്നിട്ട് ബാക്കിയുള്ള പൊടിയും കൂടി നമുക്കതിലിട്ട് നന്നായി യോജിപ്പിക്കുക. അപ്പോൾ ഇത് നേരത്തെ ഇപ്പോൾ നമ്മൾ വൈകുന്നേരമൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെയൊക്കെ തന്നെ കുഴച്ച് വെച്ചിട്ട് നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ. നല്ല പൊങ്ങി വരും. അപ്പോൾ കൂടുതൽ നേരം ഇരിക്കണമെങ്കിൽ അത്രയും നല്ലത് മിനിമം 1 മണിക്കൂറെങ്കിലും വെക്കാം. അപ്പോൾ ഞാൻ കുറച്ചുകൂടി തിക്കായതുകൊണ്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. എനിക്ക് ഈ ഒരു റെസിപ്പി പറഞ്ഞു തന്നത് എൻ്റെ ഇത്താൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മ ഉണ്ട്. ഞങ്ങളെല്ലാവരും മമ്മി എന്നാണ് വിളിക്കുന്നത്. മമ്മി പറഞ്ഞു തന്നൊരു റെസിപ്പിയാണ് കേട്ടോ. മമ്മി ഞങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തു വിടാറുണ്ടത്. അപ്പോൾ ആ റെസിപ്പിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ച ജീരകവും ഏലക്കയും കൂടി പൊടിച്ചു വെച്ചതില്ല അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കൊരു നല്ലൊരു തിക്കായിട്ടുള്ള ബാറ്റർ തന്നെ ആക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ കുറച്ച് തിക്കിൽ തന്നെ എടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കുക. റെസ്റ്റ് ചെയ്ത് 1 മണിക്കൂറെങ്കിലും മിനിമം വയ്ക്കുക. ഒരു 3-5 മണിക്കൂറൊക്കെ ഇരുന്ന് അത്രയും നല്ലതാണ് കേട്ടോ. കുറച്ചും കൂടി നല്ല ടേസ്റ്റും സോഫ്റ്റൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്കപ്പോൾ ഈ സ്പൂൺ ഇപ്പോൾ നിങ്ങളുടെ അപ്പച്ചട്ടി ഇല്ലാത്ത ഇപ്പോൾ ഉണ്ണിയപ്പച്ചട്ടി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ബേക്കിംഗ് പൗഡർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നിങ്ങളിപ്പോൾ ഈ സ്പൂണിൽ ഇതുപോലത്തെ ഒരു കുഴിയുള്ള സ്പൂണിലാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതുപോലത്തെ സ്പൂണിലാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നുള്ളു ബേക്കിംഗ് പൗഡർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അധികം ആവണ്ട. എന്നിട്ട് നമുക്ക് എണ്ണ നന്നായി ചൂടാം. ഇപ്പോൾ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഈ വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് സ്പൂണിൽ കുറച്ച് എണ്ണ കോരി വെക്കണം കേട്ടോ. നമ്മൾ ഉണ്ണിയപ്പച്ചട്ടിയിലൊക്കെ ആകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കില്ല അതുപോലെ. അപ്പോൾ എൻ്റെ അടുത്ത് ഞാനിത് ഉണ്ണിയപ്പം ഉണ്ടാക്കാറില്ല, അതുകൊണ്ട് തന്നെയാണ് ഉണ്ണിയപ്പച്ചട്ടി പിന്നെ ഞാൻ മെനക്കെട്ട് വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഞാനിതുപോലെ ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഈ സ്പൂണിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളൊരു എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഹൈ ഫ്ലെയിം ആവണ്ട. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളൊന്നും വേവില്ല. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് തിരിച്ചു മറിച്ചിട്ട് രണ്ട് സൈഡൊന്നും ആവുമ്പോൾ, അപ്പോൾ ഉണ്ണിയപ്പച്ചട്ടിയിൽ പൊരിക്കുന്ന ആ ഒരു ഭംഗിയൊന്നും നമുക്കിതിൽ കിട്ടില്ല. എന്നാലും ഏകദേശം ആ ഒരു ഉരുണ്ട രീതിയിൽ വരും. ആ സ്പൂണ് അധികം വലിപ്പമില്ലാത്ത സ്പൂണാണ് എൻ്റെ ഉള്ളത്, അപ്പോൾ കയ്യിലാണ് എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ ആ ഒരു വലിപ്പത്തിൽ നമുക്കൊന്ന് ഉരുണ്ട് വരും. ആ ഒരു ഇതൊന്ന് മാത്രമേ ഉള്ളൂ. ഉണ്ണിയപ്പച്ചട്ടി ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു റെസിപ്പിയിൽ ഉണ്ണിയപ്പച്ചട്ടിയിൽ തന്നെ ഉണ്ടാക്കി നോക്കുക കേട്ടോ എല്ലാവരും. എൻ്റെ അടുത്ത് അത് ഇപ്പില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അത് ഒരു എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി മെനക്കെട്ട് വാങ്ങിക്കാൻ നിന്നില്ല എന്ന് മാത്രം. അപ്പോൾ നമുക്കിതുപോലെ ഓരോ ഉണ്ണിയപ്പം രണ്ട് സൈഡും തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഉള്ളു വെന്ത് കിട്ടണം. അപ്പം നമ്മൾ ഇത് തീ ഭയങ്കരമായിട്ട് കൂട്ടി വെക്കരുത് കേട്ടോ. ഇതുപോലെ നമുക്ക് പൊരിച്ച് കോരാം. അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ തയ്യാറാക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട നല്ലൊരു റെസിപ്പിയാണിത്. തേങ്ങാക്കൊത്ത് ഇതിൻ്റെ കൂടെ കടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് തേങ്ങാക്കൊത്ത് ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ട് നെയ്യിൽ വറുത്തതിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം കമൻസിൽ അറിയിക്കുക. ഈ ഓണായിട്ട് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.